തിരൂരങ്ങാടി താലൂക്കിൽ വെന്നിയൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണത്. 45 മീറ്റർ വികസനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നും ഈ പാത വഴിതിരിച്ചു വിടുകയാണ്. എന്തിനാണ് വഴിതിരിച്ചു വിടുന്നത് എന്നറിയുമ്പോഴാണ് ഇതിന് പിന്നിൽ നടക്കുന്ന ഇടപെടലുകളെ കുറിച്ച് നമുക്ക് ബോധ്യമാവുക. ഈ പാത 45 മീറ്ററിൽ വികസിപ്പിച്ചാൽ 6 വീടുകൾ ഭാഗികമായും വർഷങ്ങൾ പഴക്കമുള്ള 15ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണം. നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ ആർക്കും ഇതിന് ഒരു എതിർപ്പുമില്ല. എന്നാൽ അധികം പഴക്കമില്ലാത്ത 3 ബഹുനില കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാനായി ദേശീയപാത തന്നെ വഴിതിരിച്ചു വിടാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇരകളായ ഞങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്ന മന്ത്രിയുടെ ബന്ധുക്കളുടെ ബിൽഡിങ്ങുകളാണ് ഈ നിൽക്കുന്നത് രണ്ടും. അതിന്റെ അപ്പുറത്തുള്ളതും ഇത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ അലൈൻമെന്റ് മാറ്റം. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. മരണം വരെ ഞങ്ങൾ അതിന് പോരാടും. മന്ത്രിബന്ധുവിനെ സഹായിക്കാനായി സമാന്തര പാത പണിയുമ്പോൾ പൊളിച്ചു നീക്കേണ്ടി വരുന്നത് 54 വീടുകളാണ്. പാത വഴിതിരിച്ചു വിടുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന് കാണിച്ച് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. ഇത് അന്വേഷിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ നീക്കം അശാസ്ത്രീയമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ ബന്ധുക്കൾ നിർമ്മിച്ച കെട്ടിടങ്ങൾ കയ്യേറ്റ ഭൂമിയിലാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇവിടെ സർവേ നമ്പർ 320 മുതൽ 340 വരെയുള്ള 35 സെന്റിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അളവ് രേഖപ്പെടുത്തുക, അങ്ങനെ റോഡ് വികസിപ്പിച്ചു കൊണ്ടുപോവുക. അതല്ലാതെ ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ 58ഓളം വീടുകൾ പൊളിച്ചു മാറ്റിയിട്ട് ഈ 600 മീറ്ററോളം ഒരു പുതിയൊരു ബൈപ്പാസ് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വൻതോതിൽ കുടിയൊഴിപ്പിക്കലിന് വഴിവെക്കുന്ന 45 മീറ്റർ പാതയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കി തന്നെ പാത നിർമ്മിക്കാനുള്ള സാധ്യതയെ അട്ടിമറിച്ചിരിക്കുന്നത്. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.